അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചാണ്. ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ സ്പ്രിങ് ഓണിയൻ, സെല്ലറി, അങ്ങനെ കുറേ സാധനങ്ങൾ അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ ഇവിടെ ബട്ടർ ചിക്കനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ നന്നായി വറുത്ത് കോരി വെച്ച്, അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിക്ക് വേണ്ട മുട്ട ചിക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. അത് ഇന്നിപ്പോൾ ഇവിടെ എല്ലാവർക്കും 30 കിലോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടതാണ്. അപ്പോൾ മുട്ട ഇതെങ്ങനെ ഉരുളിയിലിട്ടിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ട് അതിങ്ങനെ ഇതാക്കി എടുക്കുന്നുണ്ട്. നമുക്കത് മിക്സ് ചെയ്യാൻ ഇതാവശ്യമുണ്ട്. അപ്പോൾ മുട്ട അങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൂട് കട്ടിയുള്ള പാത്രം തന്നെ വേണം, എന്നാൽ തന്നെയാണ് അത് ശരിക്ക് ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീ കമ്മിയാക്കിയതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതായിപ്പോവും. അപ്പോൾ ഇതിനൊരു പാകമുണ്ട്. പിന്നെ ഇതാ ബട്ടർ ചിക്കൻ ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൽ ക്രീമൊക്കെ ഒഴിക്കണം, ഫ്രഷ് ക്രീമൊക്കെ ഒഴിക്കണം. ഇപ്പോൾ അതാ അടുത്ത ഫ്രഷ് ക്രീം ഒഴിക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഒഴിച്ച് മിൽമൻ്റെയാണ്. ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് ബട്ടർ ചിക്കൻ അതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് സെക്ഷനാണിത്. ക്രീമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ അതുകൊണ്ട് ഒന്നുകൂടി ഇളക്കും. ബട്ടർ ചിക്കൻ അപ്പുറത്ത് റൈസ് ഉണ്ടാക്കിയിട്ട് ആറാനായിട്ട് തണുക്കാനായിട്ട് അപ്പുറത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിന് ഇത് കസൂരി മേത്തി ലാസ്റ്റ് ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ സാധനം കസൂരി മേത്തി പറയുന്ന സാധനമാണത്. അതിനെങ്ങനെ കൈ കൊണ്ട് ഇതാക്കിയിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പൊടിച്ച് ഇടുന്നുണ്ട് അതിൽ. ഇത് നല്ലൊരു ഫ്ലേവറാണ് കറികൾ. ഇത് എല്ലാ കറിയല്ല, ഈ ബട്ടർ ചിക്കനിൽ ഇത് ഉപയോഗിക്കും. അപ്പോൾ ബട്ടർ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അതിൻ്റെ ചുവട്ടിലൊക്കെ രണ്ടടുപ്പ് കത്തുമ്പോഴേ അവിടെ നല്ല നിൽക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുക. അപ്പോൾ അതാ അപ്പുറത്ത് നമ്മുടെ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യാനുള്ള ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് അതിലിങ്ങനെ ഓരോ ഐറ്റംസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇപ്പോൾ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇട്ട് ഇനിയിങ്ങനെ ഓരോ സ്പ്രിങ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ, അതിൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം. നല്ലപോലെ 10 മിനിറ്റ് നന്നായി കത്തണം. അപ്പോൾ അത് അടിയിൽ നല്ലപോലെ തീ കൊടുത്തിട്ടുണ്ട്. ബീൻസ് എല്ലാം ചെറുതായി കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇടും. ക്യാപ്സിക്കം, ക്യാരറ്റ്, കുറേ ഐറ്റംസ് ഉണ്ട് അതിൽ. ക്യാരറ്റ് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഒപ്പം. ഇനി അടുത്തത് ക്യാപ്സിക്കം അല്ല ക്യാബേജാണ്. ക്യാബേജ് ഇട്ട് ഇതിനൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂട് കയറണം അതിൽ. ഇതാണ് ക്യാപ്സിക്കം. ഫ്രൈഡ് റൈസുള്ള ആകെ പണിയാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തതിട്ട് മുട്ട ഇതാണത് കൊടുന്നിട്ടത്. ഇപ്പോൾ ഇനി കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ടിട്ട്
നന്നായിട്ട് വീണ്ടും ഇളക്കുന്നുണ്ട്. കട്ട് ചെയ്ത ഐറ്റംസ് ലാസ്റ്റ് 2 എണ്ണം ലാസ്റ്റ് ചോറ് ഇടുള്ളൂ. പിന്നെ സോയാ സോസ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോയാ സോസാണ് ഒഴിക്കുന്നത്. ഇതിൽ ഫ്രൈഡ് റൈസിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് സോയാ സോസ്. അപ്പോൾ അതൊഴിച്ചു. ഇനി അടുത്തത് ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. രണ്ടും ഒഴിക്കുന്നുണ്ട്. നല്ല തീയാണ്, അവിടെ നിൽക്കാൻ പ്രയാസമുണ്ട്. തീ കത്തുന്നുണ്ട്, അടിയിൽ നന്നായി കത്തുന്നുണ്ട്. അപ്പോൾ അത് മിക്സായി. ഇനിയിപ്പം ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വേവിച്ചിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത്. അതാ ചോറ് കൊണ്ടുവരുന്നുണ്ട്. ഓരോ ചെമ്പായിട്ട് ചോറ് കൊണ്ടുവരുന്നുണ്ട്. അതിൽ ചോറിട്ട് ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യണം നമ്മൾ. ഇനിയുണ്ട് 2 ചെമ്പും കൂടി വരാനുണ്ട്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രോസസ്സൊക്കെ കാണാൻ നന്നായിട്ടുണ്ട്, പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട്. അത് അടുത്ത സെക്ഷൻ കൊണ്ടുവന്ന് അതിട്ട് ഇനി ഒരു തവണയും കൂടി ഉണ്ട്. അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് ഫുള്ളായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇനി അത് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളായി മിക്സ് ആവണം. അതിന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിയിൽ തീയൊക്കെ മാറ്റി. ഇനിയിപ്പോൾ തീ ആവശ്യമില്ല, അത് നന്നായിട്ടൊന്ന് മിക്സിങ് ആവണം. അത് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. നന്നായിട്ട് ഇളകി യോജിപ്പിച്ച് എല്ലാവിടെയും ഇളകി വരണം. എന്നിട്ട് ചോറൊക്കെ മിക്സായിട്ട് ഫുള്ളായിട്ടായിട്ടില്ല, ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് മിക്സിങ് ആവണം. മാഷാ അല്ലാഹ്, ചോറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇടുന്ന ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. സെല്ലറി അടുത്തിപ്പോൾ ജസ്റ്റ് കാക്കു വാങ്ങിച്ചിട്ടുണ്ട് ഇളക്കാൻ. സെല്ലറി ലാസ്റ്റ് മാറ്റി വെച്ചാണ്. ഇത് രണ്ടും ചോറ് റൈസ് ഇട്ട ശേഷമാണ് ഇടുക. അപ്പോൾ അത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഏറെക്കുറെ ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.